പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ലിബിഡോ കുറയാം, മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവാം, ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള സെക്ഷലും ഫിസിക്കലും മെൻ്റൽ പ്രോബ്ലംസ് വരെ ഉണ്ടാവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റോസ്റ്ററോണിനെ ബാധിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചില തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കുറയും, ചില തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കൂടും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ടെസ്റ്റോസ്റ്ററോൺ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. ആദ്യമായി ബേസിക്കായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ടെസ്റ്റോസ്റ്ററോൺ പുരുഷന്മാരുടെ സെക്സ് ഹോർമോണാണ്. ടെസ്റ്റോസ്റ്ററോൺ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിക്കിൾസിലാണ്. നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ അളവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് ചെയ്യാം. ഇതൊരു ബ്ലഡ് ടെസ്റ്റാണ്. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു നിന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെ റീപ്ലേസ് ചെയ്യാം. ടെസ്റ്റോസ്റ്ററോണിനെ ബാധിക്കുന്നത് ഡയറ്റ് മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, നിങ്ങൾ പുക വലിക്കുന്നുണ്ടോ, മദ്യപിക്കുന്നുണ്ടോ, എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ചില തരത്തിലുള്ള വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് മുമ്പേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് കവർ ചെയ്യുന്നത് ഭക്ഷണത്തിന് എങ്ങനെയാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിനെ മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം പറയാനുള്ള സ്റ്റഡി നടത്തിയിട്ടുള്ളത് റീസെൻ്റ് ആയിട്ടാണ്, 2021 12 മാസം അല്ലെങ്കിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്റ്റഡിയിൽ 35 മുതൽ 45 വയസ്സ് വരെയുള്ള പുരുഷന്മാരാണ് പങ്കെടുത്തത്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ ബ്ലഡ് സാമ്പിൾ മാത്രമല്ല, സിമൻ സാമ്പിളും എടുത്തിട്ടുണ്ടായിരുന്നു. രക്തത്തിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്പേം സെൽസിലുള്ള DNA ഫ്രാഗ്മെൻറ്റേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കാനും ഈ സ്റ്റഡിയിൽ ശ്രമിച്ചിട്ടുണ്ട്. DNA നമ്മളുടെ ബോഡിയിലുള്ള ജനറ്റിക് മെറ്റീരിയലാണ്. DNA ഫ്രാഗ്മെൻറ്റേഷൻ കൂടുന്നതിനനുസരിച്ച് സ്പേമിൻ്റെ ക്വാളിറ്റി കുറയാം. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അധിക പേരും അവർ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആയിരുന്നില്ല. അധികം ആൾക്കാരും പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ലേബിൾ വായിച്ച് നോക്കാറില്ല. കൂടുതൽ പേരും പ്രോസസ്ഡ് ഫുഡും റിഫൈൻഡ് ഫുഡൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പ്രോട്ടീൻ്റെ അളവ് കുറവായിരുന്നു. കോഫിയും ഡയറി പ്രൊഡക്ട്സും, അതായത് പാൽ ഉൽപ്പന്നങ്ങളും കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരുടെ ബേസ് ലൈൻ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതേ സ്റ്റഡിയിൽ തന്നെ ന്യൂട്രീഷണൽ കൗൺസിലിങ്ങിന് ശേഷം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ള ഭക്ഷണം ഇവർ കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഇവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടുന്ന ഭക്ഷണം പൊതുവായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് റിഫൈൻഡ് ഭക്ഷണം കുറയ്ക്കുന്ന സമയത്തും, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കുന്ന സമയത്തും, സ്വീറ്റ്സ് കുറയ്ക്കുന്ന സമയത്ത്, പൾസസും ലെഗ്യൂംസും കൂടുതൽ കഴിക്കുന്ന സമയത്ത്, ഫിഷ് കഴിക്കുന്ന സമയത്തൊക്കെയാണ്. ഇവരുടെ ഡയറ്റിൽ നിന്നും ഡയറി പ്രൊഡക്ട്സ് കുറയ്ക്കുന്നതിനനുസരിച്ചും പാക്കറ്റ് ഫുഡ് കംപ്ലീറ്റ്ലി മാറ്റുന്നതിനനുസരിച്ചും റിഫൈൻഡും പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് 50% കുറച്ച് കൊണ്ടുവന്ന സമയത്തൊക്കെ ഇവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുന്ന മാത്രമായിട്ടല്ല കണ്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പേമിൻ്റെ DNA ഫ്രാഗ്മെൻറ്റേഷൻ അത് കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. സ്പേമിൻ്റെ DNA ഫ്രാഗ്മെൻറ്റേഷൻ കുറയുന്നതും നല്ലതാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുതലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടുന്നതായിട്ടും സ്പേമിൻ്റെ DNA ഫ്രാഗ്മെൻറ്റേഷൻ കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് ആദ്യം പറഞ്ഞ തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡും റിഫൈൻഡ് ഫുഡും പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം എത്ര കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആണോ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് റിയാക്റ്റീവ് ഓക്സിജൻ്റെ അളവാണ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. ഈ റിയാക്റ്റീവ് ഓക്സിജനാണ് സ്പേമിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതും ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നതും. ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഫൈൻഡിങ്സ് മറ്റു തരത്തിലുള്ള സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് ലോഡിംഗ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മറ്റൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് 2017 അത്ലറ്റ്സിലായിരുന്നു. യങ് ആയിട്ടുള്ള അത്ലറ്റ്സിലായിരുന്നു ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും കീറ്റോജനിക് ഡയറ്റ് ആയിരുന്നു ഫോളോ ചെയ്തത്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കീറ്റോജനിക് ഡയറ്റിൽ അവരുടെ ബോഡിയിലേക്ക് എത്തുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതായിട്ടാണ്. കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിലുള്ള ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ടെസ്റ്റോസ്റ്ററോണും ഒരു സ്റ്റിറോൺ ഹോർമോണാണ്. അത് നിർമ്മിക്കാനും കൊളസ്ട്രോൾ വേണം. വേറെ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടുള്ളത് പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാലും അതും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിൽ ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണോ അത്രയും ഗ്രാം പ്രോട്ടീനാണ് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബോഡി വെയിറ്റ് 70 കിലോ ആണെന്നുണ്ടെങ്കിൽ മിനിമം 70 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടിയിരിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണ മാറ്റങ്ങളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മെഡിറ്ററേനിയൻ ഡയറ്റാണ് നല്ലത്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും അളവ് കൂടുതലാണ്. ലീൻ പ്രോട്ടീനാണ് കൂടുതലും മെഡിറ്ററേനിയൻ ഡയറ്റിൽ അടങ്ങിയിട്ടുള്ളത്. ഡയറി പ്രൊഡക്ട്സ് കുറവാണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലാണ്. ഇത് നല്ലതാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ. മെഡിറ്ററേനിയൻ ഡയറ്റിൽ തന്നെ ഹോൾ ഗ്രെയിൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഗ്രെയിൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ലെഗ്യൂംസ് അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ലോ ഫാറ്റും ഹെൽത്തി ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രത്യേകിച്ച് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതൽ ഡയറ്റിൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച്
ലിവർ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂട്ടാൻ സാധിക്കും. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ നടത്തിയിട്ടുള്ള റിസർച്ചിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗം എന്ന് പറയുന്നത് റെഡ് മീറ്റിൻ്റെ കാര്യത്തിലാണ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ മട്ടൺ, ബീഫ്, പോർക്ക് ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റഡീസിലൊക്കെ പറയുന്നത് റെഡ് മീറ്റ് കഴിക്കുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാമെന്നാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിൽ റെഡ് മീറ്റിൻ്റെ അളവ് കുറവ് തന്നെയാണ്. അവിടെ പ്രോട്ടീന് വേണ്ടി മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ലീൻ പ്രോട്ടീനാണ്, ഫിഷാണ്. പക്ഷേ മറ്റു ചില സ്റ്റഡീസിൽ പറയുന്നത് റെഡ് മീറ്റ് കഴിക്കുന്നതിനനുസരിച്ച് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂട്ടാൻ സാധിക്കും, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂട്ടാൻ സാധിക്കും, അതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂട്ടാൻ പറ്റുന്നതാണ്. മറ്റൊരു റീസെൻറ്റ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് ഭക്ഷണത്തിലൂടെ നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെ തരത്തിലാണ് ഇൻഫ്ലമേഷൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൽ എങ്ങനെ മാറ്റങ്ങൾ വരുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ ഡയറ്ററി ഇൻഫ്ലമേറ്ററി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോർ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോ ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണമാണോ കൂടുതലുള്ളത് അതോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണമായിരുന്നോ കൂടുതൽ ഉള്ളതെന്ന് നോക്കുന്ന രീതിയിലായിരുന്നു. ഈ സ്റ്റഡിയിൽ ഏകദേശം 4000-ലും മുകളിൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. US-ലുള്ള എഡൽസ് ആണ് ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയത് പ്രോ ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത 29% ആയിരുന്നു എന്നാണ്. ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണോ നോർമൽ ടെസ്റ്റോസ്റ്ററോൺ വേണ്ടത് അതിൻ്റെക്കാളും കുറഞ്ഞ ലെവൽ കാണുന്നത്. പക്ഷേ ഇതേ സ്റ്റഡിയിൽ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പാർട്ടിസിപ്പൻസ് ഒബീസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് 30ന്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 59% ആയിരുന്നു. അതായത് വീണ്ടും 30% കൂടി. ഇനി പ്രോ ഇൻഫ്ലമേറ്ററി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഭക്ഷണം തന്നെയാണ്. പ്രോസസ്ഡ് ഭക്ഷണം, കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിന് കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം, പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം, ബേക്കറി ഫുഡ്, സ്വീറ്റ്സ്, റിഫൈൻഡ് ഫുഡ്, ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് രക്തത്തിലുള്ള ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ഉണ്ട്. ഉദാഹരണത്തിന് സൈറ്റോകൈൻസ് ഒക്കെയാണ്. ഇതിൻ്റെ അളവ് കൂടും. ഇതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ടെസ്റ്റിക്കിളിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കാം. കാരണം ടെസ്റ്റിസിൽ ടെസ്റ്റോസ്റ്ററോൺ നിർമ്മിക്കണമെങ്കിൽ കൂടുതൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പാടില്ല. ഇത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കെമിക്കൽസിൻ്റെ അളവ് കുറഞ്ഞിരിക്കണം. വേറൊരു കാര്യം ഈ സ്റ്റഡിയിൽ പറയുന്നത് പ്രോ ഇൻഫ്ലമേറ്ററി ഭക്ഷണം ഡയറക്റ്റ്ലി ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കുന്നു എന്നല്ല, അതായത് ഡയറക്റ്റ് കോസേഷൻ ഉണ്ടെന്നല്ല, പക്ഷേ രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്, അതായത് കോറിലേഷൻ ഉണ്ടെന്നാണ്. ഈ സ്റ്റഡിയിൽ അവർ പറയുന്നത് മെഡിറ്ററേനിയൻ ടൈപ്പ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ്. മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാനൊന്നും സാധിക്കില്ല. മെഡിറ്ററേനിയൻ ഡയറ്റിലും ഹെൽത്തി ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് അത് ചെറിയ ചെറിയ ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അത് കുറേ മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് മാത്രമേ ടെസ്റ്റോസ്റ്ററോണിലും നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇനി ടെസ്റ്റോസ്റ്ററോൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ യൂറോളജി വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സെക്ഷൽ മെഡിസിനിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. ഇവരെ ഹോസ്പിറ്റലിൽ പോയി കാണുന്നതിന് പകരം നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഡോഫോഡി ആപ്പിൻ്റെയും വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾക്കിനി ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഭക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുകയോ കുറയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി എക്സസൈസിനും ടെസ്റ്റോസ്റ്ററോണിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള എക്സസൈസും ഒരുപോലെയല്ല വർക്ക് ചെയ്യുന്നത്. ചില സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസിനെയും സപ്ലിമെൻറ്റ്സിനെയും കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.